റമളാൻ 17 വെള്ളിയാഴ്ച രാവിലെ ഇരു വിഭാഗവും പടക്കളത്തിലിറങ്ങി ശക്തമായി ഏറ്റുമുട്ടി. നബി പന്തലിന് ഇറങ്ങി വന്ന് ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. യുദ്ധത്തിൽ രക്തസാക്ഷ്യം വഹിക്കുന്നവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് അദ്ദേഹം അറിയിച്ചു. ഇത് കേട്ട് ഉമൈർ ബിനു ഹമാം താൻ തിന്നുകൊണ്ടിരുന്ന ഈത്തപ്പഴം വലിച്ചെറിഞ്ഞ് രണാങ്കണത്തിലേക്ക് ഇറങ്ങി. അധികം താമസം ഉണ്ടായില്ല അദ്ദേഹത്തിന് രക്തസാക്ഷിത്വം വഹിക്കാൻ. ഇതിൽ നിന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവവിശ്വാസത്തെ എങ്ങനെയാണ് പൗരോഹിത്യവർഗം മുതലെടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. ഇത് അന്ന് മാത്രമല്ല, ഇന്നും ഇതിന്റെ മറ്റൊരു തരത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദൈവത്തിന്റെ മാർഗത്തിൽ പോരാടുക. നിങ്ങൾക്ക് മരണമാണ് വരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളും സ്വർഗത്തിലെ ഹൂറിമാരും ഇവരൊക്കെ ലഭിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് പ്രലോഭിപ്പിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഖുർആനിൽ മാത്രമല്ല കേട്ടോ, മറ്റുള്ള ഇതര വേദഗ്രന്ഥങ്ങളിലും ഈ സെയിം സിറ്റുവേഷൻ, ഇത്തരം സിറ്റുവേഷനുകളിൽ അവരുടെ ആത്മീയ നേതാവായിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പോരാടുക, യുദ്ധം ചെയ്യുക, എന്നിട്ട് യുദ്ധത്തിൽ ജയിച്ചാൽ ഇവിടെയുള്ള സ്വത്തുക്കൾ മുഴുവനും നിങ്ങൾക്ക് ലഭിക്കും. ആ സ്വത്തുക്കളിൽ ഒന്നും തന്നെ ഹറാമ് ഹലാലൊന്നും ഇല്ല കേട്ടോ, ഹക്കും ബാത്തിലൊന്നും ഇല്ല. അള്ളാഹു അനുവദിച്ച നമ്മളുടെ ഹക്ക് മാത്രം, അങ്ങനെയൊക്കെ പറയില്ലേ, ഹക്കും ബാത്തിൽ അതൊന്നുമില്ല. അത് കിട്ടുന്നത് മുഴുവനും ഇവർക്ക് ഹലാലാണ്. അതൊക്കെ തിന്നാട്ടോ, അതിന് കയ്യും കണക്കൊന്നുമില്ല, ചോദ്യം പറച്ചിലൊന്നുമില്ല. അങ്ങനെ കിട്ടുന്നത് മുഴുവൻ. അപ്പൊ യുദ്ധത്തിൽ ജയിച്ചാൽ ഇവിടുന്ന് അത് കിട്ടും. ഇനി അഥവാ മരണപ്പെട്ടു പോയി, രക്തസാക്ഷിയായി, സ്വർഗത്തിൽ അതിനേക്കാൾ ഉത്തമമായത് കിട്ടും. ഇവിടെ കിട്ടുന്നതിന്റെ എത്രയോ ഇരട്ടി ഇതിനേക്കാൾ ഉത്തമമായിട്ടുള്ള സംഭവങ്ങൾ, 72 ഹൂറിമാരും അങ്ങനെ കുറെ മദ്യപ്പുഴ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഈ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിലും അതിന്റെ ഇരട്ടി കിട്ടുമെന്നുള്ള പ്രലോഭനം ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കാത്ത ആളുകൾ എന്ത് ചെയ്യും, എടുത്തു ചാടും. അങ്ങനെയാണ് ഈ ഒരു സ്വഹാബി ചെയ്തിട്ടുള്ളത്. ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുകയാണ്. റസൂൽ ഇത് പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾക്ക് രക്തസാക്ഷ്യം വഹിക്കുന്നവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. ഞാനും നിങ്ങളൊന്നും അല്ല പറയുന്നത്. ഈ പറയുന്ന മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നബിയാണ് ആ ഒരു ഉറപ്പ് കൊടുക്കുന്നത്, ഇതിൽ രക്തസാക്ഷിയായി കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന്. അത് കേട്ടത് വായി, കേൾക്കാത്തത് വാതി. ഈത്തപ്പഴം തിന്നണത് വലിച്ചെറിഞ്ഞിട്ട് രണാങ്കണത്തിൽ ഇറങ്ങുകയും അധികം താമസിയാതെ തന്നെ അദ്ദേഹം രക്തസാക്ഷി ആകുകയും ചെയ്തു. വൈകാരികമായിട്ടുള്ള ഒരു ഇളക്കിവിടലും വൈകാരികമായിട്ടുള്ള പ്രതികരണവും വൈകാരികമായിട്ടുള്ള പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരലും ഒക്കെയാണ് ആക്ച്വലി ഇതിന്റെയൊക്കെ ഒരു പോക്ക് എന്ന് പറയുന്നത്. ബുദ്ധിക്കും വിവേകത്തിനും യുക്തിക്കും ശാന്തിക്കും സമാധാനത്തിനും സാഹോദര്യത്തിനും സഹവർത്തനത്തിനും വിട്ടുവീഴ്ചക്കും ഇതിനൊന്നും ഇതിൽ ഒരു പ്രസക്തിയില്ല കേട്ടോ. യുദ്ധവേളയിൽ പിന്നെ അതൊന്നും വേണ്ടെന്നാണ് സാധാരണ പറയാറ്. ഇത് യുദ്ധമാണോ, ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. എന്നിട്ടും ഇത് തൗഹീദിന് വേണ്ടിയുള്ള പോരാട്ടവും തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രതിരോധം സൃഷ്ടിക്കലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരവും ആണെന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പറയുന്നവർക്ക് അങ്ങനെ പറയാം. ബുദ്ധിയും യുക്തിയും തിരിച്ചറിവുള്ള ആളുകൾക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത്രയും വായിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത്.